കണ്ണൂർ കോൺഗ്രസിൽ പോസ്റ്റർ പോര് രൂക്ഷമായിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ മാസം 14-ാം തീയതി നടത്താനിരിക്കുന്ന സമരസംഗമ പോസ്റ്ററിലാണ് കെ സുധാകരന്റെ ഫോട്ടോ ഇല്ലാത്തതിൽ ഇപ്പോൾ സുധാകരൻ അനുകൂലികൾ വലിയ പ്രതിഷേധവുമായൊക്കെ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സുധാകരന്റെ ഫോട്ടോ അത് ബോധപൂർവം ഒഴിവാക്കിയത് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടകനായൊക്കെ വരുന്നത്. എം സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, എന്താണ് സുധാകരൻ അനുകൂലികൾ പറയുന്നത്? കണ്ണൂർ കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയോ? തീർച്ചയായും വർഷ, അതായത് കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മുതൽക്ക് തന്നെ കെ സുധാകര അനുകൂലികൾ ഈ പാർട്ടിക്കകത്ത് തന്നെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. സുധാകരനെ യാതൊരു കാരണവുമില്ലാതെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ് എന്നുള്ളതാണ് സുധാകര അനുകൂലികൾ ആ ഘട്ടം മുതൽക്ക് തന്നെ ഉയർത്തിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു വാദം. അതിനുശേഷം മറ്റ് പ്രധാന പരിപാടികളിൽ നിന്നും സുധാകരനെ കണ്ടിട്ടുമില്ല. ഇപ്പോൾ ഈ 14-ാം തീയതി കോൺഗ്രസിന്റെ സമരപരിപാടി എല്ലാ ജില്ലകളിലും നടക്കുന്നത് പോലെ കണ്ണൂരിലുമുണ്ട്. ഈ സമരപരിപാടിക്ക് വേണ്ടി തയ്യാറാക്കിയ പോസ്റ്ററിൽ സുധാകരന്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ടില്ല. പകരം ഈ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെയും VD സതീശന്റെയും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള KPCC ഭാരവാഹികളുടെയും ഫോട്ടോ മാത്രമുള്ള ഒരു പോസ്റ്ററാണ് DCC പുറത്തിറക്കിയത്. സുധാകരന്റെ സ്വന്തം ജില്ലയായ കണ്ണൂരിൽ പരിപാടി നടക്കുമ്പോൾ സുധാകരന്റെ ഫോട്ടോ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകര അനുകൂലികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അത് അണികൾ മാത്രമല്ല, സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായിയും ഒപ്പം തന്നെ സുധാകരന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായിട്ടുള്ള ജയന്ത് ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിഷേധവുമായി രംഗത്തെത്തി. സുധാകരന്റെ മുഖം വെട്ടിക്കളഞ്ഞാലും കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. കോൺഗ്രസിന്റെ തന്നെ DCCയിൽ ഉൾപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഈ വിവാദത്തിന്റെ ഭാഗമായി പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. അതിനെ തുടർന്ന് ഇപ്പോൾ DCC മറ്റൊരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ദേശീയ നേതാക്കളുടെ ഫോട്ടോകൾ കൂടി ഉൾപ്പെടുത്തി, രാഹുൽ ഗാന്ധിയുടെയും AK ആന്റണിയുടെയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഫോട്ടോ ഉൾപ്പെടുത്തി അതിനൊപ്പം ഒരു ചെറിയ ഫോട്ടോ സുധാകരന്റെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ പ്രതിഷേധം തണുപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതേസമയം തന്നെ സുധാകര അനുകൂലികൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം തുടരുകയാണ്. വർഷം, അതാണ് സന്തോഷ്. കണ്ണൂരിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് സുധാകരൻ. അപ്പോൾ സ്വാഭാവികമായും സുധാകരൻ, ഈ സണ്ണി ജോസഫ് ആയാലും അങ്ങനെ തന്നെയാണ്, കണ്ണൂരിന്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഉദ്ഘാടകനായി ഈ സണ്ണി ജോസഫ് എത്തുമ്പോൾ അവിടെ സുധാകരന്റെ ഫോട്ടോ ഇല്ലാത്തത് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ സുധാകരൻ അനുകൂലികൾ ചോദിക്കുന്നത്, അല്ലേ? തീർച്ചയായും. അതായത് പൊതുവെ കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ, ഈ സുധാകര അനുകൂലികൾ, കണ്ണൂരിൽ കോൺഗ്രസിന്റെ ഒരു പരിപാടി നടക്കുമ്പോൾ, ജില്ലാ ആസ്ഥാനത്ത് പ്രധാനപ്പെട്ട ഒരു സമര പരിപാടി നടക്കുമ്പോൾ പൂർണ്ണമായും സുധാകരനെ ഒഴിവാക്കിയത് ശരിയായില്ല എന്നുള്ള തരത്തിലാണ് പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നത്. കാരണം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അധികം നാളായിട്ടില്ല. അതിനു മുൻപേ തന്നെ ഒരു പരിപാടിയിൽ ഒരു പോസ്റ്ററിൽ ഫോട്ടോ പോലും ഉൾപ്പെടുത്താതെ സുധാകരനെ തഴഞ്ഞു എന്നുള്ള രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ഉയരുന്നത്. ഒരുപാട് ആളുകൾ, അതായത് ഈ സമൂഹ മാധ്യമങ്ങളിൽ സുധാകരന്റെ അനുകൂലികൾ കണ്ണൂരിൽ ഒരുപാടുണ്ട്. സുധാകരന്റെ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ എതിർപ്പുള്ള വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അത്തരത്തിൽ സുധാകരന്റെ അടുത്ത അനുയായികളാണ് DCC നേതൃത്വത്തിനെതിരെ തന്നെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. കണ്ണൂർ കോൺഗ്രസിൽ എന്തായാലും പോസ്റ്റർ പോര് രൂക്ഷമാവുകയാണ്. M സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.